സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമന്നാരായണീയത്തിൽ നമ്മൾ 11ാമത്തെ ദശകമാണ് അവസാനിപ്പിച്ചത്. ഹിരണ്യാക്ഷൻ അഹങ്കാരം കൊണ്ട് ഈ ഭൂമിയെ വെള്ളത്തിൽ താഴ്ത്തി വെച്ചതായിട്ടുള്ള സമയത്ത്, പ്രളയജലത്തിൽ താഴ്ത്തിയതായിട്ടുള്ള സമയത്ത് സൃഷ്ടി നടത്താൻ സ്വയംഭൂമനുവിന് കഴിയാതെ വന്നു. സ്ഥാനം ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല. ഒരു കാര്യം നടക്കണം വെച്ചാൽ സ്ഥാനം വേണം, കർത്താവ് വേണം, സമയം, 3 കാലം, എവിടെയാണ് അല്ലെങ്കിൽ ആരാണ്, വിവാഹം നടത്താവട്ടെ വേറെ സംഗതി ആവട്ടെ, ഒരു ഇൻവിറ്റേഷൻ കണ്ടാൽ നമ്മൾ ആദ്യം ചോദിക്കുക ആരുടെയാണെന്നാണ്. വധൂവരനും വേണമല്ലോ. രണ്ടാമത്തെ ചോദിക്കുക എന്നാണ്, അതാണ് അല്ലേ. അതൊക്കെ സമയം, മുഹൂർത്തം. മൂന്നാമതാണ് എവിടെ വെച്ചിട്ടാണ്. അപ്പോൾ സമയം, കർത്താവ്, സ്ഥലം, ഇത് മൂന്നുമില്ലാതെ ലോകത്തിൽ ഒരു കാര്യവും നടക്കില്ല. ഇവിടെ ഇപ്പോൾ സ്ഥാനം നഷ്ടപ്പെട്ടതായിട്ടുള്ള സമയത്ത് സൃഷ്ടിക്കേണ്ടതായിട്ടുള്ള സ്വയംഭൂവനുമാണ് സൃഷ്ടിക്കുന്നത്. ആരുടെ ആജ്ഞപ്രകാരം? ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം. ഇപ്പോൾ ബ്രഹ്മാവിനോടാണ് പറയണത്, പിതാമഹ എവിടെ ഇരുന്നു കൊണ്ടാണ് ഞാൻ സൃഷ്ടിക്കേണ്ടത്? ഇപ്പോൾ ശ്ലോകം പറയണം, സ്വയംഭൂവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീം അസമയേ സലിലേ നിമഗ്നാം സഷ്ടാരമാപശരണം ഭവതംഗ്രിസേവാ തുഷ്ടാശയം മുനിജനൈ സഹസത്യലോകേ. സ്വയംഭുവോ മനു എങ്ങനത്തെ സ്വയംഭുവനാണ്? ജനസർഗശീലനായിട്ടുള്ള സ്വയംഭുവന്, ജനങ്ങളെ സൃഷ്ടിക്കുന്ന സ്വഭാവക്കാരനായ ശീലമുള്ള, സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, സൃഷ്ടിക്കേണ്ടതായ, ആരാ സൃഷ്ടിക്കേണ്ടത് വെച്ചാൽ സ്വയംഭൂവനുമാണ് സൃഷ്ടിക്കുന്നത്. ജനങ്ങളെ സൃഷ്ടിക്കാൻ നിയോഗിക്കപ്പെട്ട ജനസർഗശീലോ സ്വയംഭൂവനു അഥ എന്ത് ചെയ്തു? സൃഷ്ടാരം ശരണം ആപ. സൃഷ്ടാരം ബ്രഹ്മാവ്, ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. എന്താണ് ശരണം പ്രാപിക്കാൻ കാരണം? മഹീം അസമയേ സലിലേ നിമഗ്നാം ദൃഷ്ട്വ. മഹി എന്ന് പറഞ്ഞാൽ ഭൂമി, പരപ്പ് അധികം ഉണ്ടാവുകൊണ്ടാണ് അത്രയും മഹി പേര് വന്നത്. അസമയേ, കാലല്ലാത്ത കാലത്ത്. പ്രളയത്തിനൊരു കണക്കുണ്ട്, അപ്പോഴാണ് സാധാരണ മൂടാറ്, പ്രളയം മൂടാറ്. അപ്പം അതിന് മുമ്പേ വന്നിരിക്കണു. അസമയേ, അസമയേ മഹീം സലിലേ നിമഗ്നാം ദൃഷ്ട്വ. വെള്ളത്തിൽ മുങ്ങിയതായിട്ട് കണ്ടിട്ട് സൃഷ്ടാര ശരണം ആവ, ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. മഹിയെ അസമയത്ത് വെള്ളത്തിൽ മുങ്ങി കണ്ട് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. എങ്ങനത്തെ ബ്രഹ്മാവിനെ? ഭവതംഗ്രി സേവ, ഭഗവത് പാദ സേവ ചെയ്യുക. ഏത് നിർണായക ഘട്ടത്തിലും ഹരിയെ സ്മരിച്ച് പരിഹാരം കാണുന്ന ബ്രഹ്മാവ് എന്നർത്ഥം. ഭവത് അംഗ്രി സേവ തുഷ്ടാശയം, അങ്ങയുടെ പാദത്തെ സേവിച്ച് സന്തോഷത്തോടു കൂടിയിരിക്കുന്ന. സന്തോഷം അതുകൊണ്ടേ ഉണ്ടാവാൻ പോണുള്ളൂ, വേറൊന്നും കൊണ്ടും സന്തോഷം ഉണ്ടാവില്ല. പ്രശ്നങ്ങളെ പറ്റി ചിന്തിച്ച് തല ഉണ്ടാക്കിയതുകൊണ്ടോ അതിൻ്റെ പിന്നാലെ ഓടിയിട്ടോ ഒന്നും സുഖം കിട്ടാൻ പോണില്ല. സുഖം കിട്ടാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ ഭവതംഗ്രി സേവ. അത് നന്നായി അറിയാവുന്ന പിതാമഹനായ ബ്രഹ്മാവിനോട് ആശ്രയിച്ചു. ശരണം ആപ. ദൃഷ്ട്വ മഹീം അസമയേ സലിലേ നിമഗ്നാം. അസമയത്ത് ഭൂമി വെള്ളത്തിൽ മുങ്ങിയതായി കണ്ട് സ്വയംഭൂവനു, സൃഷ്ടിക്കേണ്ടതായ സ്വയംഭൂവനു, സൃഷ്ടിശീലത്തിൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടതായിട്ടുള്ള സ്വയംഭൂവനു ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. എത്തരത്തിലുള്ള ബ്രഹ്മം? ഭവതംഗ്രി സേവ തുഷ്ടാശയം ത്രഷ്ടാരം. അങ്ങയുടെ പാദസേവ കൊണ്ട് സന്തുഷ്ട ഹൃദയത്തോടു കൂടിയതായിരിക്കുന്ന ബ്രഹ്മാവിനെ ആശ്രയിച്ചു. എവിടെ? സത്യലോകത്തിൽ.
മുനിജനൈ സഹ സത്യലോകേ. കൂടെ ആരുണ്ടായിരുന്നു? മുനീശ്വരന്മാരും ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും രണ്ടാൾ അധികമായിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. ആശയപ്പൊരുത്തുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഉപദ്രവം ഉണ്ടായാലും ഗുണേ ഉണ്ടാവുള്ളൂ. മുനിജനൈ സഹ, അവരോട് കൂടിയിട്ടാണ് സ്വയംഭവന് പോയത് മുനിജനങ്ങൾ. അവരും കൂടി ഉണ്ട്. ഭൂമി വെള്ളത്തിൽ മുങ്ങി എന്ന് പറയുന്നത് കളവല്ല എന്ന് ധരിപ്പിക്കാൻ ഇവരും കൂടി ഉണ്ട് സാക്ഷിയായിട്ട്. മുനിജനൈ സഹ സത്യലോകെ, മുനിജനങ്ങളോട് കൂടിയിട്ട് സത്യലോകത്തിലാണ് ഈ ശരണം പ്രാപിക്കലുണ്ടായത് എന്നർത്ഥം. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീം അസമയേ സലിലേ നിമഗ്നാം ഷഷ്ടാരമാപശരണം ഭവദംഘ്രിസേവാ തുഷ്ടാശയം മുനിജനേ സഹ സത്യലോകേ. ശരണം പ്രാപിച്ചിട്ട് എന്താണ് മനു ബ്രഹ്മാവിനോട് പറഞ്ഞത്? അടുത്ത ശ്ലോകം. കഷ്ടം പ്രജാസിച്ചതി മയ്യവനിർനിമഗ്ന താനം സരോജഭവ കൽപ്പയ തത്പ്രജാനാം ഇത്യേവമേഷകദിതോ മനുനാ സ്വയംഭൂർ അംബോരുഹാക്ഷതവപാദയുഗം വ്യചിന്തീൻ. മനു പറയണ്, കഷ്ടം, ഞാൻ പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കെ അവനി നിമഗ്ന, അവനി എന്ന് പറഞ്ഞ ഭൂമി വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഹേ സരോജഭവ, അല്ലയോ ബ്രഹ്മാവേ, ഇപ്രകാരം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? എനിക്ക് സൃഷ്ടിക്കാനുള്ള സ്ഥാനം അങ്ങ് തന്നെ പറഞ്ഞു തരണം. ഞാൻ എവിടെ ഇരുന്നിട്ട് സൃഷ്ടിക്കുക? ഭൂമിയില്ല, ഭൂമി ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. സ്ഥാനം സരോജഭവ കൽപ്പയ. ഹേ സരോജഭവ, സ്ഥാനം കൽപ്പയ. മത് പ്രജാനാന്നും ആവാം, എൻ്റെ ആ പ്രജകൾക്ക് ഇരിക്കാനുള്ള സ്ഥലം അങ്ങ് തന്നെ കൽപ്പിച്ച് തരേണമേ. ഇത്തേവമേഷകദിതോ മനുന, പ്രകാരം മനുവിനാൽ പറയപ്പെട്ട സ്വയംഭൂ ബ്രഹ്മാവ്, അല്ലയോ അംബോരുഹാക്ഷ സർവേശ്വര, അങ്ങയുടെ പാദയുഗത്തെ ചിന്തിച്ചു. നേരിട്ടിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് പോയാൽ പോരെ, അങ്ങനെയല്ല അത് പതിവ്. ഇതിനൊക്കെ ഒരു പ്രോപ്പർ ചാനലുണ്ട്. ആദ്യം ബ്രഹ്മാവിൻ്റെ അടുത്ത് പോവുക, പിന്നെ ബ്രഹ്മാവും ബാക്കി എല്ലാവരും ചേർന്ന് വിഷ്ണുവിൻ്റെ അടുത്ത് പോവുക. കൃഷ്ണാവതാരമായിക്കോട്ടെ, ബാക്കി എന്ത് കാര്യമായിക്കോട്ടെ, ഒക്കെ അങ്ങനെയാണ്. ആദ്യം ഒരു ഘട്ടത്തിൽ പോയി അത് പിന്നീട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോവുക, നേരിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോവുകയല്ല. ആരും തന്നെ പ്രധാനമന്ത്രിയെ കാണാൻ പറ്റില്ല, ഒക്കെ പ്രോപ്പർ ചാനലാണ്. അംബോരുഹാക്ഷ, അല്ലയോ താമരക്കണ്ണ, അങ്ങയുടെ പാദയുഗത്തെ ബ്രഹ്മദേവൻ ചിന്തിച്ചു. സ്വന്തമായി ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയാതെ തേവമേഷ കഥിതോ, ഇപ്രകാരം പറയപ്പെട്ടതായിരിക്കുന്ന മനുവിനാൽ പറയപ്പെട്ട ബ്രഹ്മദേവൻ സ്വയംഭൂ, അല്ലയോ അംബോരുഹാക്ഷ, തവ പാദയുഗം വിചിന്തിറ്റ്, ഇതിന് പരിഹാരത്തിനായിട്ട് എല്ലാറ്റിനും പരിഹാരം കാണുന്ന സർവേശ്വരൻ്റെ പാദത്തെ ചിന്തിച്ചു. ഹേ സരോജഭവ, പ്രജ സൃജതി അവനി നിമഗ്ന, പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കെ ഭൂമി വെള്ളത്തിൽ താണിരിക്കുന്നു. ഭൂമി വെള്ളത്തിൽ താണിരിക്കുന്നു. ഞാൻ പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കെ, അതാണ് സൃജതി, സൃഷ്ടിച്ചുകൊണ്ടിരിക്കെ. പ്രജാ സൃജതി മൈ അവനി നിമഗ്ന, അവനി മുങ്ങിപ്പോയിരിക്കുന്നു. ഹേ സരോജഭവ, സ്ഥാനം കൽപ്പയ, സൃഷ്ടിക്കാനായിക്കൊണ്ട് സ്ഥാനത്തെ കൽപ്പിച്ചാലും. പ്രകാരം പറയപ്പെട്ടപ്പോൾ എന്തുണ്ടായി? ഹേ അംബോരുഹാക്ഷ, തവ സ്വയംഭൂ തവ പാദയുഗം വിചിന്തിച്ചു, സ്വയംഭൂ അങ്ങയുടെ പാദത്തെ ചിന്തിച്ചു. എന്നിട്ട് അതിന് പരിഹാരം ഭഗവാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാമഹീമസമയേ സലിലേ നിമഗ്നാം സഷ്ടാരമാപശരണം ഭവദംഘ്രിസേവാ തുഷ്ടാശയം മുനിജനേ സകസത്യലോകേ. ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മാവാകട്ടെ ഭഗവാനെയും ശരണം പ്രാപിച്ചു. പറഞ്ഞ വാക്യം കഷ്ടം പ്രജാസുജതി മൈ അവനിർനിമഗ്ന, മേ പ്രജാസുജതി അവനി നിമഗ്ന, ഞാൻ പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനി വെള്ളത്തിൽ മുങ്ങിപ്പോയി. അതുകൊണ്ട് ഹേ സരോജഭവ, സ്ഥാനം കൽപ്പയ, ഹേ ബ്രഹ്മദേവ, സൃഷ്ടിക്കാനായിട്ടുള്ള സ്ഥാനത്തെ പറഞ്ഞു തന്നാലും. ഇത്യേവമേഷ കഥിതോ മനുനാ സ്വയംഭൂ
അമ്പോരുഹാക്ഷ തവ പാദയുഗം വ്യചിന്തി. പ്രകാരം മനുവിനാൽ പറയപ്പെട്ട അപേക്ഷിക്കപ്പെട്ട സ്വയംഭൂ, ഹേ അമ്പോരുഹാക്ഷ, തവ പാദയുഗം വ്യചിന്തീത്, അങ്ങയുടെ പാദപത്തെ ചിന്തിച്ചു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.